CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് 12 കേന്ദ്രങ്ങളിൽ നടത്തിയ വിപുലമായ റെയ്ഡിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുന്നു. കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഉടൻ ED സമൻസ് അയക്കും. അതേസമയം ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ DGPയെ വിളിച്ചുവരുത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ ED വിശദ പരിശോധന നടത്തുകയാണ്. വീണ വിജയന്റെ പക്കൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ബാങ്ക് രേഖകളിൽ ഉൾപ്പെടെയാണ് പരിശോധന. CMRLന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനാണ് ED നീക്കം. ഇതിന്റെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് നിലവിൽ നടപടി നേരിട്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം പണത്തിന്റെ ഉറവിടവും വിനിയോഗവും കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ വിജയൻ നൽകിയ മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ വീണയ്ക്ക് നോട്ടീസ് നൽകി കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പുറമെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് പണം പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി CMRL ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക് TCV.